ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭൂമിയിൽ 2020 കണക്കും പ്രകാരം ഏതാണ്ട് 20,000 മതങ്ങൾ ഭൂമിയിലുണ്ടെന്നാണ് പറയാൻ, ലോകവ്യാപകമായിട്ട്. അപ്പോൾ ഇത്രയധികം മതങ്ങൾ എന്തുകൊണ്ടാണ്? ഒരാളുടെ മതം നിശ്ചയിക്കുന്നത് ആരാണ്? പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഒരു ഹിന്ദുവോ ഒരു മുസൽമാനോ ഒരു ക്രിസ്ത്യനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കാം. എങ്ങനെയാണ് അങ്ങനെ ആയിത്തീർന്നത്? നിങ്ങൾ ജനിക്കുന്ന ജീവിത പശ്ചാത്തലം. ഇപ്പം നിങ്ങളൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു ഹിന്ദുവായിട്ട് മാറും. ഒരു മുസ്ലിം കുടുംബത്തിലാണെങ്കിൽ മുസ്ലിംസായിട്ട്, ക്രിസ്ത്യൻ കുടുംബത്തിലാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട്. അപ്പം നമ്മളുടെ മതത്തെ ആര് തീരുമാനിക്കുന്നു? നമ്മൾ ജനിക്കുന്ന ജീവിത സാഹചര്യം അല്ലേ? അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളർത്തപ്പെടുന്നു. അതിൻ്റെ വട്ടചട്ടങ്ങൾ, അതിൻ്റെ പാരമ്പര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നു. നമ്മുടെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട അതിനോട് ബന്ധപ്പെട്ട മതസ്ഥാപനങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ അതിൽ വളർന്നു വരുന്നു, അതിൽ വിശ്വാസം അർപ്പിക്കുന്നു. എന്നാൽ നമ്മളിൽ ആരെങ്കിലും വളർന്ന് മുതിർന്ന് ചിന്താപ്രാപ്തിയായതിനു ശേഷം ഇത് എന്തുകൊണ്ട് സത്യമായിരിക്കുന്നു, ഇത് യാഥാർത്ഥ്യമായ പൊരുത്തത്തിലാണ്, എൻ്റെ യുക്തിക്ക് നിരക്കുന്നതാണ്, ഇത് ശരിയാണ്, ഇങ്ങനെ ആരെങ്കിലും വിശകലനം ചെയ്യാറുണ്ടോ? ദൈവം നമുക്കൊരു സ്വതന്ത്ര ചിന്താപ്രാപ്തി തന്നിട്ടുള്ളത് ഒരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിൽ നിന്നുള്ള ഒരു അനലൈസ് നടത്താനല്ല, ഒരു സ്വതന്ത്ര ചിന്താഗതിയിൽ കാര്യങ്ങളെ വിലയിരുത്തുക. അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ യുക്തിക്ക് നിരക്കുന്നതാണോ, നീതി ബോധം പ്രകടമാക്കുന്നതാണോ, ശരിയാണോ, തെളിയിക്കപ്പെട്ട ശാസ്ത്രവുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? അല്ലാത്ത വിശ്വാസം എന്തായി പോവും? അന്തമായി പോവും. പക്ഷെ അനേക ആളുകളുടെ ഒരു ന്യായവാദം എങ്ങനെയാണ്? ഞാൻ ജനിച്ച മതം എന്തു ആയിക്കൊള്ളട്ടെ, ഇത്രയും നാൾ അതിൽ ജീവിച്ചു, ഇനി ശേഷിച്ച കാലം അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണോ? ഒരുപക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ശാസ്ത്രം അത്രയും പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്, ജീവിത സാഹചര്യങ്ങൾ മാറി. മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു 30-50 വർഷത്തിന് മുമ്പുള്ള ഒരു പശ്ചാത്തലം. 50 വേണ്ട, ഒരു 30-40 വർഷം മുമ്പെടുത്താൽ മതി. അന്നത്തെ ജീവിത സാഹചര്യം എന്തായിരുന്നു? അന്ന് കണ്ടം പൂട്ടുന്ന ആളുകൾ തലയിലൊരു തൊപ്പി വെച്ചിട്ടുണ്ട്, വളരെ റൗണ്ടിലുള്ള ഒരെണ്ണം, ഓല കൊണ്ടുണ്ടാക്കിയത്. ഓല കുടകളും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളിങ്ങനെ വാദിക്കും, എൻ്റെ അപ്പൂപ്പന്മാരായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന കുട ഓലക്കുടയാണ്. അതുകൊണ്ട് മടക്കുന്ന കുട ഇപ്പോൾ വന്നിട്ടുണ്ട്, ചെറിയ കുടകളുണ്ട്, പല സൗകര്യപ്രദമായിട്ടുള്ള പല വിധത്തിലുള്ള ശീലക്കുടകളും കയ്യിലെല്ലാം ഉണ്ട്, പല മാതൃകയിലും മോഡലിലുണ്ട്. ഞാനത് ഉപയോഗിക്കുകയില്ല. എൻ്റെ അപ്പൂപ്പന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന കുട ഇതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുന്ന പരിപാടിയില്ല. ചുരിദാർ ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ ഇപ്പോൾ ഒന്നാണ് ചുരിദാർ. മുൻകാലങ്ങളിൽ സാരി ബ്ലൗസ് അല്ലെങ്കിൽ മുണ്ട് ഉടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ചട്ടയും മുണ്ട് ഉടുക്കുമായിരുന്നു. ഇപ്പോൾ ആ ധാരണയിലാണോ പോണത്? അല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനെ സത്യസന്ധമായിട്ടൊന്ന് വിലയിരുത്തുക. അങ്ങനെ ചെയ്യേണ്ടതല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുകൾ പ്രദാനം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ചിന്താപ്രാപ്തിയെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ചാനൽ ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.